ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കും ഡയറ്റ് ഒക്കെ നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഷുഗർ ഒന്നും അവർ ഉപയോഗിക്കാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഷുഗർ ഒന്നും ഉപയോഗിക്കാത്തവർക്കും ഒത്തിരി കൊതിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പായസം കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തായാലും പായസം ഒന്നും അങ്ങോട്ട് അധികം കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ രീതിക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ടും ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർക്ക് എത്ര വേണമെങ്കിലും കഴിക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഒരു തുള്ളി പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കറക്റ്റ് മെഷറിംഗ് കപ്പിൽ ഒരു 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചവ്വരി ഞാൻ വെള്ളത്തിലിട്ട് നോർമൽ വാട്ടറിലിട്ട് 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ആ ചവ്വരിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് മധുരത്തിന് നമ്മൾ എടുക്കുന്നത് ഈന്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 22 ഈന്തപ്പഴം വരും കേട്ടോ. അപ്പോൾ അത് എത്ര എടുത്ത് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിലായിട്ട് ഇട്ട് നല്ലോണം ഒന്ന് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇട്ട് വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മധുരത്തിനായിട്ട് നമ്മുടെ പായസത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഈന്തപ്പഴം നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഈന്തപ്പഴം എല്ലാം എടുത്തിടുന്നുണ്ട് കേട്ടോ. ഈന്തപ്പഴം എല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് നമ്മൾ ഈന്തപ്പഴം ഒന്ന് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതങ്ങ് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ ഒരു തുള്ളി പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. ഇപ്പൊ ഷുഗറൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇത്തിരി മധുരമൊക്കെ കഴിക്കാനും പായസമൊക്കെ കഴിക്കാനും ഒക്കെ നല്ല കൊതിയായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എല്ലാ ഈന്തപ്പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലത്രയും നമ്മൾ ഈന്തപ്പഴം ഒന്ന് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ നല്ല ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ കുറച്ച് കിസ്മിസ് ഞാനിത് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്ക് നല്ലോണം അങ്ങ് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി അങ്ങ് മാറ്റി വെക്കാമേ. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൗരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 1/4 കപ്പ്, കറക്റ്റ് മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് ചൗരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ നോർമൽ വാട്ടറിൽ ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അങ്ങ് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ അതേ നെയ്യിലോട്ട് തന്നെ, അതേ സെയിം പാത്രത്തിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൗരിയും അതേപോലെ ആ വെള്ളം ഉൾപ്പെടെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചൗരി കുതിർത്ത് വെച്ച അതേ വെള്ളം കൂടെ നമുക്ക് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാല് ഒഴിക്കുന്നുണ്ട്. അപ്പൊ 1/2 ലിറ്റർ പാല് നമുക്ക് അതിലോട്ട് അങ്ങ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ 1/2 ലിറ്റർ പാൽ ഒഴിച്ചതിന് ശേഷം അതേ സെയിം പാലെടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് 1 കപ്പ് പാലെടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പാല് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴത്തിന്റെ ചാറങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരച്ചെടുത്ത ഈന്തപ്പഴം അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കണേ. നല്ലോണം ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകുവേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ പരുവാവുന്ന സമയത്ത് നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈന്തപ്പഴം ഒരു 22 ഈന്തപ്പഴം ഞാൻ തൊലി കളഞ്ഞ് എടുത്തതാണ് കേട്ടോ. അത് നോർമലി മധുരത്തിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈന്തപ്പഴം ആഡ് ചെയ്യാം. ഇനി കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം കുറച്ചാലും മതി കേട്ടോ. അപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളി റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.